ദമയന്തിയെ പിടിച്ചിട്ട് ഇത് ഉദ്യാനത്തിലേക്ക് പോവല്ലേ ചോദിച്ചതാ. ഇപ്പോൾ കാണിക്കുക വെച്ചാൽ ഇങ്ങനെ മുദ്ര കാണിക്കണം, ഇത് കാണിക്കുക മുദ്ര ഇല്ലാണ്ട് കാണിക്കണതാണ് പുറത്തേക്ക്. ഇപ്പോൾ കഥകളിയിൽ കാണിക്കുമ്പോൾ കാണിച്ച് കഴുത്തിളക്കും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വട്ടത്തിൽ കൊണ്ടുവന്നിട്ട് കണ്ണ് അവിടെ കാണിക്കും. അതായത് അവളെ അനുസരിപ്പിച്ചു എന്നർത്ഥമാണ്. ഉണ്ടായിട്ടുണ്ട്, അർജുനും ഉണ്ടായിട്ടുണ്ട്, കാട്ടാളത്തി ഉണ്ടായിട്ടുണ്ട്. കാട്ടാളനും അളയൂരത്തിലെ കാട്ടാളന് അല്ലെങ്കിൽ കൂടുതൽ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം നാഗരികതയൊന്നും തൊട്ട് തീണ്ടിയില്ലാത്ത കാട്ടിൽ കിടക്കുന്ന കാട്ടാളനാണ്. അപ്പോൾ എന്തും കാണിക്കാം. അതേസമയം ഇവിടെ വന്നു കഴിയുമ്പോൾ സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാന് ചേർന്ന ചേഷ്ടകളെ ആകാവൂ എന്ന് ഒരു ഭാഗവും. അതല്ല, ആളുടെ പേരൊന്നും പറയുന്നില്ല, അല്ലാതുള്ള വലിയ ആചാര്യന്മാർ തന്നെ പലരും അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എടുത്ത് വളരെ ഇതായി വളരെ താമ പറക്കുന്ന രീതിയിലും എടുത്തിട്ടുണ്ട് കിരാതത്തിലെ കാട്ടാളന്മാർ. അല്ല, ആശയം എന്താണ് അതിനെക്കുറിച്ച്? കിരാതത്തിലെ കാട്ടാളൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാത്വിക അഭിനയം ഉണ്ടല്ലോ, അത് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു കഥാപാത്രമാണ്. അതായത് അധികം കോപ്രാട്ടിത്തരം, അതായത് താന്തോന്നിത്തരം, സാധാരണ ഒരു നാടൻ ഭാഷ ഉണ്ടല്ലോ, കാണിക്കാതെ മുന്നോട്ട് പോകുന്ന വേണം. അതായത് മറ്റുള്ളവർക്ക് കാട്ടാളൻ എന്ത് കാണിച്ചാലും തെറ്റില്ല എന്ന് തോന്നിപ്പിച്ചിട്ട് കാര്യമില്ല. കഥാപാത്രം കിരാതത്തിൽ കാട്ടാളെന്ന് പറഞ്ഞാൽ ശിവനാണ്, മറ്റേ കാട്ടാളസി എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. അപ്പോൾ കഥാപാത്രത്തിൻ്റെ ആ സാധാരണ ഉള്ള സാത്വികാഭിനയത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് കാണിക്കുമ്പോൾ അത് അരോചകമായി മാറും. പക്ഷേ ഇപ്പോൾ പലരും അത് നോക്കാറില്ല, പലരും ചെയ്യാറുമുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് രസിക്കത്തക്ക വണ്ണം ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് മാത്രമേ തന്നെ അക്കാര്യത്തിൽ പറയുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ അതൊരു ന്യായത്തിൽപ്പെട്ടതല്ല അതേ പറയുള്ളൂ. കിരാതത്തിൽ അതല്ല, അല്ല നളയരത്തിൽ അതല്ല. നളയരത്തിൽ കുറച്ചും കൂടി സാമ്യം, ഒരു സാധാരണ ഒരു രസികരായിട്ടുള്ള കാട്ടാളനാണ്, അത്രയേ ഉള്ളൂ. എന്നാലും അതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൗചിത്യമായിട്ടൊന്നും കാണിക്കുന്നത് ശരിയല്ല. ഇനി അതുകൊണ്ടൊരു കാര്യം. പിന്നെ മാത്രമല്ല, ദമയന്തിയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ധീര വനിതയാണെന്നുള്ളത് കണ്ടാൽ തന്നെ തോന്നും. ഇപ്പോൾ ഉടുവസ്ത്രം കൂടി ഇല്ലാണ്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കണ്ട മുഖത്താണ് നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനും ഒരു പ്രാകൃതമായിട്ടൊന്നും പറയാനും ചെയ്യാനും തോന്നില്ല. പക്ഷേ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള നിലപാടിൽ കൂടെയാണ് നളയരത്തെ കാട്ടാളനായാലും ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ അതൊക്കെ കുറച്ച് വ്യത്യാസമായിട്ട് ഇപ്പോൾ എല്ലാം അങ്ങനെ അല്ലാണ്ട് തന്നെ വരുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, വേറൊരു കാര്യം ആസ്വാദകരെ രസിപ്പിക്കും വേണ്ടേ, അതിനും കൂടി ഉണ്ട് കുറച്ച് ഈ കാര്യങ്ങൾ. കാട്ടാളൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ് ഈ നക്രതുണ്ടിയുടെ ഒരു വെച്ച് കെട്ടണം. അതിൽ സ്ത്രീ വിരുദ്ധം അല്ലേ, അതിൻ്റെ ആവശ്യമുണ്ട്? എന്ത് നക്രതുണ്ടിക്ക് ഒരു മൂല അല്ല, അന്നത്തെ ആ സ്ത്രീയുടെ വെച്ചാൽ രാക്ഷസിയുടെ സ്വഭാവം അതാണെന്നുള്ളതാണ്. ആ രാക്ഷസി അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് കാണുന്നത്. രാക്ഷസന് പിന്നെ കത്തിയാണ് വരുന്നത്, അതല്ല. പിന്നെ മറ്റേത് ഈ താമസം മറ്റേത് താടികൾ അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, നക്കരത്തുണ്ണിക്ക് അങ്ങനത്തെ വേഷം, നക്കരത്തുണ്ണി പോലുള്ള രാക്ഷസികൾക്ക് അങ്ങനത്തെ വേഷം അല്ലാണ്ടില്ല. ഏകലോചനമൊക്കെ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ചാൽ അതല്ല, ഏകലോചനമായിട്ട് കാണിക്കാൻ പറ്റില്ല ഒന്നാമത്. അതായത് ഈ നമ്മൾ തിരുമേനിയെ അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു. അതായത് ഈ ഒറ്റ കണ്ണ്, ഒരു കണ്ണ് ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ അതൊന്നും നമുക്ക് പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ കാണിക്കണ മാതിരിയിൽ കാണിക്കാതെ മാത്രം തന്നെ ഉള്ളൂ. അതിപ്പോൾ ഒന്നേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ 80 ചുരുക്കലായി പൊതുവേ
ഏകലോചനം കൊണ്ട് കോപമോടുന്നതിൻ്റെയും ശോകമോട് അവരേണ നോക്കുന്നു പതിയേയും ഇതാണ് കാണിക്കലും അത്. അതുപോലെ ഇത് ഏറ്റവും ചുരുക്കി കാണിക്കും. കാര്യം ഇത്രയും ഞങ്ങൾ ഈ മറ്റത് ചെയ്യാൻ പറ്റില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല ആരെയും. നമുക്ക് പറ്റണത് മാതിരി ഇതേ ഉള്ളൂ. ഒരു തടം ഇളക്കിയിട്ട് കാണിക്കാൻ പറ്റും. അത് കോപം, ശോകം. ഇതും ആ ശോകത്തിൽ പിന്നെ കണ്ണിന് വിലൊന്നും ഇല്ലാണ്ട് കാണിക്കുക, അപ്പോഴാണ് ശോകത്തിന് വരുന്നത്. അതാണ് അതിന് രണ്ടും കൂടിയുള്ള അതിങ്ങനെ. ഇപ്പോൾ ഈ കൂടുതൽ കാണിക്കുന്നത് ഏറ്റവും ചുരുക്കി കാണിക്കുന്നത്. അതങ്ങനെ ഇപ്പോൾ കാണിച്ചു, അത് കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, അത് ഏറ്റവും ചുരുക്കി കാണിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. ആ ശൃംഗാരം ആണ് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പല വിധത്തിലാണ്. അപ്പോൾ അത് ഒന്ന് ഗോപിയോടല്ല കേട്ടോ, ഇത് ശൃംഗാരത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ശരിക്ക് അത് ഇപ്പോൾ കഥകളിയിൽ കാണിക്കുമ്പോൾ കാണിച്ച് കഴുത്തിളക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വട്ടത്തിൽ കൊണ്ടുവന്നിട്ട് കണ്ണ് അവിടെ കാണിക്കും. അതായത് അവളെ അനുസരിപ്പിച്ചു എന്നർത്ഥമാണ് അവളായിട്ട്. അല്ല, അങ്ങനെ ചില വ്യത്യാസങ്ങളാണ് അതുള്ളത്. ഇതിപ്പോൾ ദമയന്തിയെ പിടിച്ചിട്ട് ഇത് ഉദ്യാനത്തിലേക്ക് പോവല്ലേ ചോദിച്ചതാ. ഇപ്പോൾ കാണിക്കുക വെച്ചാൽ ഇങ്ങനെ മുദ്ര കാണിക്കണം. ഇത് മുദ്ര ഇല്ലാണ്ട് കാണിക്കണതാണ് പുറത്തൊക്കെ. അപ്പോൾ ചിലത് വാചിക അഭിനയം അല്ല ആംഗിക അഭിനയം ഇല്ലാണ്ട് അഭിനയം കൊണ്ട് മാത്രം കാണിക്കുന്നതുണ്ട് എന്ന് പറയാം. അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഏകലോചനം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രസിദ്ധമായി തീർന്നിട്ടുണ്ട്. അല്ല, പണ്ടത്തെ പോലെ ആരും ചെയ്തിരുന്നില്ല. അപ്പോൾ അത് തോട്ടം തിരുമേനി ചെയ്തിരുന്നു എന്ന് പറയണു. തോട്ടം പോയിട്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളൂ.